ഈഴവ സമുദായം സാമുദായിക സംവരണത്തിന് വേണ്ടി വാദിച്ചിരുന്നെങ്കിൽ വെള്ളാപ്പള്ളിയുടെ കാലത്ത് സാമ്പത്തിക സംവരണത്തിന് വേണ്ടി സംസാരിക്കാൻ ഈഴവ സമുദായത്തിലെ അംഗങ്ങൾ തുടങ്ങി. അതിന് കാരണം ഈ ബൗദ്ധിക നിലവാര തകർച്ച തന്നെയാണ്. ഈ തലമുറ എങ്ങനെയാണ് ഈ ജാതിബോധത്തെ തിരിച്ചറിയുന്നത്? എനിക്ക് തോന്നുന്നില്ല ഈ തലമുറ ജാതിബോധം അവർ പേറി നടക്കുന്നുണ്ടെന്ന്. ഒരു 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ മാത്രമേ ഈ ജാതിയും ഒക്കെ പറയുന്നുള്ളൂ. അന്നത്തെ കാലത്ത് ഈഴവർ മതം മാറണമെന്നുള്ള ആവശ്യം SNDP യോഗത്തിൻ്റെ തന്നെ നേതാക്കന്മാർ പലരും ഉന്നയിച്ചിരുന്നു. ശബരിമലയിൽ അന്ന് നടന്ന ഒരു ജെൻഡർ ഇനിക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. അതിൽ വെള്ളാപ്പള്ളി നേരെ അതിനെ ജാതി എടുത്തിട്ടപ്പോഴത്തേക്ക് ഈഴവരും നായരും തമ്മിലുള്ള ഒരു അടിയായി. എത്ര പെട്ടെന്നാണ് അതിൻ്റെ ആ ഒരു പിക്ചർ മാറിയെന്നറിയാം. വെള്ളാപ്പള്ളി നവോത്ഥാന നായകനായി. അതേസമയം തന്നെ മകനെ BJPയിൽ നിർത്തി ഇപ്പം അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിക്കും. നമസ്കാരം. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം ആത്മീയമായ ഒട്ടേറെ പരിഷ്കാരങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. കേരളത്തിലെ പല സ്വത്വ രാഷ്ട്രീയവാദവും ആ രീതിയിൽ ഉയർത്തെഴുന്നേറ്റതാണ്. ഇന്ന് നമ്മോട് സംവദിക്കുന്നത് സാമൂഹ്യ നിരീക്ഷകനായ അഡ്വക്കേറ്റ് TK കമൽജിത്താണ്. നമസ്കാരം. നമ്മുടെ രാഷ്ട്രീയം സ്വത്വ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമാണെന്ന് പറയുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു. ഈ രാഷ്ട്രീയം എത്രമാത്രം രൂഢമൂലമാണ് കേരളത്തിൽ? സ്വത്വ രാഷ്ട്രീയം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എല്ലാ മേഖലകളിലും രൂഢമൂലം തന്നെയാണ്. പക്ഷേ അവയെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള വ്യക്തമായ ധാരണ സമുദായങ്ങൾക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങളുടെ അതിപ്രസരം അല്ലെങ്കിൽ അവരുടെ മതപരിവർത്തനവാദവും മത തീവ്രവാദവും കേരളത്തിൽ രൂഢമൂലമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഹൈന്ദവ സമുദായങ്ങൾ തമ്മിലടി നിർത്തി ഹൈന്ദവത എന്നല്ലെങ്കിൽ ഹിന്ദുത്വം എന്ന ആ ഒരു സങ്കല്പത്തിൽ ഊന്നി മുന്നോട്ട് പോയില്ലെങ്കിൽ സ്വത്വരാഷ്ട്രീയത്തിനും ഭാവിയിൽ കേരളത്തിന് വലിയ ഭാഗമൊന്നും നിർണ്ണയിക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് ഹൈന്ദവ സമുദായങ്ങൾക്ക്. ഹൈന്ദവത എന്നത് വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വാക്കാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ശ്രീനാരായണ ഗുരു തന്നെ ഹൈന്ദവ സന്യാസിയാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉയർത്തുന്ന പല രാഷ്ട്രീയ സംഘടനകളും നമുക്കിടയിലുണ്ട്. അദ്ദേഹം ഹിന്ദുമതത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സന്യാസ ധർമ്മത്തെ അദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുന്നത് ശുദ്ധ ഹിന്ദു തത്വം എന്നാണ്. ഇതിനെങ്ങനെയാണ് വിശദീകരിക്കുക? അതായത് ശുദ്ധ ഹിന്ദുമത തത്വം എന്ന് പറയുമ്പോൾ നമുക്കത് എളുപ്പത്തിൽ ഉപനിഷത്ത് മതം എന്ന് പറയാൻ കഴിയും. ഉപനിഷത്തുകൾ 4 വാക്യങ്ങളിലാണ് നിലനിൽക്കുന്നത്. അഹം ബ്രഹ്മാസ്മി, അയമാത്മ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ, തത്വമസി. അതായത് ഈശ്വരൻ അഥവാ ആ ഒരു ബ്രഹ്മം നമ്മുടെ ഉള്ളിൽ തന്നെ എന്നുള്ള സങ്കല്പമാണ് ഭാരതം മുന്നോട്ട് വെച്ചത്. ഇത് യഥാർത്ഥത്തിൽ സെമിറ്റിക് മതങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അത് അവരുടെ രഹസ്യമായി അകത്ത് തന്നെ നിൽക്കുകയാണ്. മൻസൂർ അൽ ഹജ്ജാജ് പറഞ്ഞത് അനാ അൽ ഹഖ്, ഞാൻ തന്നെയാണ് സത്യം എന്നാണ്. പക്ഷെ അദ്ദേഹം ക്രൂശിക്കപ്പെട്ടു. കാരണം ഇതിൻ്റെ ആ രഹസ്യാത്മകത മനസ്സിലാക്കാൻ അന്നത്തെ മതപണ്ഡിതന്മാർക്ക് കഴിഞ്ഞില്ല. ആത്മാവാണ് ദൈവം എന്ന് മത്തായിയുടെ സുവിശേഷത്തിലും പറയുന്നുണ്ട്. ഗുരു ഉപനിഷത്തിന് വെളിയിൽ യാതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. എന്താണോ ഉപനിഷത്ത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ഗുരുവും പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയാണ് ശ്രീബുദ്ധനും പറഞ്ഞിട്ടുള്ളത്. ആനന്ദ, നിന്റെ വിളക്ക് നീ തന്നെയാണ്, നാം പോലും അല്ല എന്ന്. ശുദ്ധ ഹിന്ദുമത തത്വം എന്ന് പറയുമ്പോൾ അതിനകത്ത് ജാതിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ചാതുർവർണ്ണയത്തിനോ യാതൊരു പ്രസക്തിയുമില്ല. അവനവൻ്റെ ഉള്ളിലുള്ള ഈശ്വരനെ തിരിച്ചറിയാൻ വേണ്ടി അതിലേക്ക് എത്താനുള്ള മാർഗം, അതാണ് ശുദ്ധ ഹിന്ദുമത തത്വം എന്നതുകൊണ്ട് ഗുരു ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഇതിനെ പഠിപ്പിക്കാനായി ബ്രഹ്മചാരികളെ ഗുരു കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് അയച്ചിരുന്നതായി വിവേകോദയം തുടങ്ങിയ പഴയകാല പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് എപ്പോഴാണ് ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ സനാതന ധർമ്മത്തെക്കുറിച്ചും ഹൈന്ദവതയെക്കുറിച്ചും ഒക്കെ ഇപ്പൊ രാഷ്ട്രീയമായ ഒട്ടേറെ ചർച്ചകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഹിന്ദുമതത്തെ അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തെ ബ്രാഹ്മണ അല്ലെ ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു ചാതുർവർണ്ണയത്തിലേക്ക് ഒതുക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ അജണ്ടയല്ലേ? നമുക്ക് എല്ലാ മതങ്ങൾക്കും രാഷ്ട്രീയ അജണ്ടകളുണ്ട്. അത് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം ബുദ്ധമതത്തിനുണ്ട്, ക്രിസ്തു മതത്തിനുണ്ട്. കോൺസ്റ്റന്റൈൻ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റി രൂപീകരിച്ചത്. അപ്പം
ഹിന്ദുമതത്തിൻ്റെ ഭാഗം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെയും ഗുപ്തകാലത്തിന് ശേഷം രൂഢമൂലമായ ഒരു ബ്രാഹ്മണ മതത്തിൻ്റെ ആധിക്യം, അവരുടെ തിയറികൾ കൂടുതൽ അവരുടേതായിട്ടുള്ള ലാഭത്തിന് വേണ്ടി അവർ ചമച്ച ചില തിയറികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ഹിന്ദുമതം ചരിക്കുന്നതെന്ന് പറയാം. പക്ഷെ എന്നാൽ പോലും ഈ സമുദായത്തിലെ നിരവധി ആത്മീയാചാര്യന്മാർ അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്നിവരുടെ ആഗമനം കൊണ്ടും അവരുടെ ശ്രമഫലം കൊണ്ടും ഇന്ന് അതിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രധാന വിഷയം, ഇതൊരു പൊളിറ്റിക്കൽ രീതി ആയതുകൊണ്ട് തന്നെ ഈ ജാതിയെയും മതത്തെയും നിലനിർത്തിക്കൊണ്ടു പോകേണ്ടത് യഥാർത്ഥത്തിൽ ഈ ബ്രാഹ്മണ മതവാദികളുടെ അല്ല, മറിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെയും സെമിറ്റിക് മതങ്ങളുടെയും ഒരു ആവശ്യമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സെമിറ്റിക് മതത്തെ താങ്കൾ ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ വിശേഷിപ്പിച്ചത് സൾഫ്യൂരിക് ആസിഡ് എന്നാണ്. അത് എന്തുകൊണ്ടാണെന്നൊന്ന് വിശദീകരിക്കാം. അല്ല, അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടേതായിട്ടുള്ളൊരു സംസ്കാരമുണ്ട്. ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും പ്രാചീനമായ സംസ്കാരമാണ്. അത് ഏറ്റവും ഔന്നത്യമുള്ള സംസ്കാരവുമാണ്. കാരണം വളരെ സിമ്പിളായിട്ടൊരു എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ മാതാപിതാ ഗുരു ദൈവം എന്നുള്ളൊരു സങ്കല്പം ഭാരതത്തിൻ്റെതാണ്. അതിനപ്പുറം വലിയൊരു ഐഡിയോളജി നമുക്ക് തരാൻ ലോകത്തൊരു മതത്തിനോ ഒരു സംസ്കാരത്തിനോ കഴിഞ്ഞിട്ടില്ല. അപ്പം ഈ ഒരു സംസ്കാരത്തിൽ നിന്ന് മാറുകയാണ് സെമിറ്റിക് മതങ്ങളിലേക്ക് പോകുമ്പോൾ. അത് കംപ്ലീറ്റ് അങ്ങ് പോവുകയാണ്. നമ്മുടെ സംസ്കാരം, നമ്മുടെ പാരമ്പര്യം എല്ലാത്തിൽ നിന്നും മാറി ഒരു പുതിയ മനുഷ്യനാകുമ്പോഴത്തേക്ക് ഒരു പ്രാചീന സംസ്കാരം അവിടെ അസ്തമിക്കുകയാണ്. ഇപ്പം നമുക്ക് നോക്കാം, ഈജിപ്തിലാണെങ്കിലോ ഗ്രീക്സിലാണെങ്കിലോ അമേരിക്കയിലാണെങ്കിലോ ഇപ്പോൾ ഇൻക, മായൻസ്, അവരുടെ ഒന്നും സംസ്കാരം ഇപ്പം അല്പം പോലും നിലവിലില്ല. പക്ഷെ അവിടെയും ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇംഗ്ലണ്ടിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ പേഗൻ വിശ്വാസങ്ങൾ വീണ്ടും ആൾക്കാർ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും അതൊന്നും എത്ര കാലം നിലനിൽക്കുമെന്ന് അറിയാൻ പറ്റില്ല. അതിനൊരു വലിയ ഒരു സ്വീകരണം അവിടെ നിന്ന് ലഭിക്കുന്നുമില്ല. അപ്പോൾ ഒരു സെമിറ്റിക് മതങ്ങളിലേക്ക് നമ്മൾ പോയിക്കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായ, ഇപ്പം ഞാൻ കമൽജിത്ത് നാളെ ഒരു ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയിക്കഴിഞ്ഞാൽ എൻ്റെ പ്രപിതാമഹന്മാർ തൊട്ട് തുടങ്ങി വന്ന ആ ഒരു സംസ്കാരത്തിൽ നിന്ന് ഞാൻ പൂർണ്ണമായി മാറിയാണ്, എൻ്റെ മക്കളും മാറിയാണ്. അപ്പം ശരിക്കും എന്താണോ ഒരു ആർഷഭാരത സംസ്കാരം എന്ന് നാം പറയുന്നത്, അതിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും വിട്ടുപോകും. അത് അലിഞ്ഞങ്ങ് പോവുകയാണ് മറ്റേതിനകത്ത്. അതുകൊണ്ടാണ് സൾഫ്യൂരിക് ആസിഡ് എല്ലാത്തിനെയും അലിയിപ്പിക്കുന്നതാണല്ലോ ആസിഡുകൾ. അതെ, അതുകൊണ്ടാണ് പ്രയോഗത്തിനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പുതിയ തലമുറയിലേക്ക്, ഇപ്പോഴത്തെ തലമുറയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ജാതിബോധം, കാരണം അയിത്തം അല്ലെങ്കിൽ അയിത്തോച്ചാടനം അങ്ങനെയുള്ളതൊക്കെ ഒരു കഥകളായിട്ടാണ് ഇപ്പോൾ ഒരു മുഖ്യധാരയിൽ കേൾക്കുന്നത്. ഒരു 90% അതിന്റെ വേർതിരിവുകളൊക്കെ മാറി എന്ന് പറയാം സാമൂഹിക ജീവിതത്തിൽ. അപ്പോൾ ഈ തലമുറ എങ്ങനെയാണ് ഈ ജാതിബോധത്തെ തിരിച്ചറിയുന്നത്? എനിക്ക് തോന്നുന്നില്ല ഈ തലമുറ ജാതിബോധം അവർ പേറി നടക്കുന്നുണ്ടെന്ന്. ഒരു 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ മാത്രമേ ഈ ജാതിയും ഒക്കെ പറയുന്നുള്ളൂ. അതിന് താഴെയുള്ളവർക്കൊന്നും ജാതി, ഇപ്പം എൻ്റെ മകൻ, അവന് തന്നെ ജാതിയെക്കുറിച്ച് യാതൊരു ബോധവുമില്ല, അവനതിൽ തൽപരനുമല്ല. പക്ഷെ അവന് നമ്മുടേതായിട്ടുള്ളൊരു സംസ്കാരം അതവൻ പാലിച്ചു പോരുന്നുണ്ട്, അവനതിൽ തൽപരനാണ്. പക്ഷെ ജാതി അവനതിന് ബോധർ ചെയ്യുന്നതേ ഇല്ല. അത് ഒരാളുടെ മാത്രം കാര്യമല്ല. അല്ല, ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ മക്കളാണെങ്കിൽ തന്നെയും അവർക്ക് ജാതി ഒരു വിഷയമേ അല്ല. ആരും ജാതി പറയുന്ന ഒരാളെ ഞാൻ ഒരു കൗമാരക്കാരനോ അല്ലെങ്കിൽ ഒരു 10-30 താഴെയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഇത് നമുക്ക് തന്നെ നേരിട്ട് സമൂഹത്തിൽ കാണാമല്ലോ. പഴയത് തന്നെ ഈ ജാതി വേണ്ട എന്നൊക്കെ പറഞ്ഞ് വളരെ നവോത്ഥാന ശൈലിയിലൊക്കെ കുട്ടികൾക്ക് പേരിടുകയും പിന്നീട് കുട്ടികൾ വളർന്നു കഴിയുമ്പോൾ അവരോടൊപ്പം ജാതിവാദികൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം കേരളത്തിൽ കാണാറുണ്ട്. അതെ അതെ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഭിന്നമായിട്ട് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നു. ആ വാക്ക് ഈ ഒരു സമവാക്യത്തെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചായി തോന്നുന്നുണ്ടോ? തീർച്ചയായും. കാരണം ഒരു വ്യക്തി അയാളൊരു പദവിയിലേക്ക് ഉയരുകയാണെങ്കിൽ ആ സമയത്താണ് അയാൾക്ക് ഒരു ജാതി മേന്മവാദം വരുന്നത്. അതിന് പ്രധാന കാരണം ഈ പഴയ തലമുറയിലുള്ളവരുടെ സ്വാധീനം തന്നെയായിരിക്കും. ഈ അടുത്ത സമയത്തൊരു നടി ഒരു ചാനലിൽ ഞാൻ പറയുന്നത് കേട്ടായിരുന്നു, ഞാൻ എൻ്റെ പേരിനൊരു ഗും കിട്ടാൻ വേണ്ടിയിട്ടാണ് ജാതി വാലി ചേർത്തതെന്ന്. അപ്പം ആ വ്യക്തിക്ക് തന്നെ ജാതി മേന്മവാദമല്ലോ ഒരു ഗുമ്മിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. അവർക്ക് ഒരു ജാതി മേന്മവാദം ഉള്ളതായിട്ടല്ല, മറിച്ച് അവരുടേതായിട്ടുള്ള ഒരു
ഒരു സക്സസിന് വേണ്ടിയിട്ട് അവർ പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചു. അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ബോധം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്, അത് മെച്ചപ്പെട്ടതാണ് എന്നുള്ള ഒരു ബോധം അവിടെ വരുന്നുണ്ടല്ലോ അതിന്റെ സട്ടിലായിട്ട്. തീർച്ചയായും അത് അങ്ങനൊരു കാര്യവും അവിടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പക്ഷേ അതും ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിന് വെളിയിലോട്ട് പോകുമ്പോൾ അതില്ല. അതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ രാഷ്ട്രീയ മത നേതൃത്വങ്ങളാണ്. അവർ ജാതിയെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എപ്പോഴും ജാതിയെക്കുറിച്ച് നമ്മളെ ബോധവാന്മാരാക്കുന്നത് അവരാണ്. അല്ലാതെ ഈ കുട്ടികളിൽ ജാതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, താങ്കളുടെ പ്രവർത്തന മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു ഭൂരിപക്ഷ സമുദായത്തിലെ പരിഷ്കരണത്തിന് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന അംഗമാണ് താങ്കൾ. അപ്പോൾ ഇപ്പം SNDP യോഗത്തിന്റെ ഏതാണ്ട് ഒരു 30 വർഷത്തോളമായി ഒരേ നേതൃത്വമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആ സമുദായത്തിന് ഗുണമാണോ ദോഷമാണോ വരുത്തിയിരിക്കുന്നത്? തീർച്ചയായും അത് ദോഷം തന്നെയാണ് വരുത്തിയിരിക്കുന്നത്. അതിന് കാരണം SNDP യോഗം എന്ന് പറയുന്നത് ഒരു 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ബുദ്ധിജീവികളുടെ ഒരു കേന്ദ്രമായിരുന്നു. അതിൽ നിന്ന് മാറി മറ്റൊരു ലെവലിലേക്ക് SNDP യോഗം എത്തപ്പെട്ടത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ നേതൃസ്ഥാനത്തിലെത്തിയപ്പോഴാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ബൗദ്ധിക നിലവാരമുള്ളവർ മാറി നിൽക്കുകയും പകരം സമ്പത്ത് അതിൻ്റെ മുകളിലേക്ക് കയറി വരികയും ചെയ്തപ്പോൾ സ്വാഭാവികമായും ഈഴവ സമുദായത്തിന് അത് ദോഷം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പ്രത്യേകിച്ച് സംവരണം പോലുള്ള വിഷയങ്ങളിൽ ഈഴവ സമുദായത്തിന് കൃത്യമായൊരു സ്റ്റാൻഡ് ഇല്ലാതായിപ്പോയി. മുൻപ് ഈഴവ സമുദായം സാമുദായിക സംവരണത്തിന് വേണ്ടി വാദിച്ചിരുന്നെങ്കിൽ വെള്ളാപ്പള്ളിയുടെ കാലത്ത് സാമ്പത്തിക സംവരണത്തിന് വേണ്ടി സംസാരിക്കാൻ ഈഴവ സമുദായത്തിലെ അംഗങ്ങൾ തുടങ്ങി. അതിന് കാരണം ഈ ബൗദ്ധിക നിലവാര തകർച്ച തന്നെയാണ്. അത് ഈ നേതൃത്വത്തിന്റെ ഭാഗമാകുന്നത് എങ്ങനെയാണ്? നേതൃത്വത്തിന്റെ കുറ്റമായി മാറുന്നത് എങ്ങനെയാണ്? നേതൃത്വത്തിന്റെ കുറ്റമായി മാറുന്നപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. 2012 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 10% സാമ്പത്തിക സംവരണം വേണമെന്നാവശ്യപ്പെട്ട് NSS ഒരു ഹർജി ഫയൽ ചെയ്തായിരുന്നു. ഈ ഹർജി അന്ന് വെള്ളാപ്പള്ളി നടേശനും ശ്രീ സുകുമാരൻ നായരും കൂടി ഒരു ഈഴവ നായർ ഐക്യം എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് വന്നപ്പോൾ ഈ ഹർജി SNDP യോഗം വിഡ്രോ ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഈ വിഡ്രോ ചെയ്തപ്പോൾ തന്നെ SNDP യോഗം സാമ്പത്തിക സംവരണത്തിന് അനുകൂലമായി എന്നുള്ളൊരു നിലപാടിലേക്ക് മാറി. മാത്രമല്ല അന്ന് നായർ യൂത്ത് മൂവ്മെന്റ് നടത്തിയ ഒരു സമ്മേളനത്തിൽ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ തന്നെ SNDP യോഗം സാമ്പത്തിക സംവരണത്തിന് അനുകൂലമാണെന്നും കാരണം മുന്നോക്ക സമുദായത്തിൽപ്പെട്ട സാമ്പത്തിക നില താന്നവർക്ക് സംവരണം കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ സംവരണത്തിൻ്റെ പൊതു ലക്ഷ്യമായ സാമൂഹിക സമത്വം എന്നതിൽ നിന്ന് ഇതിൻ്റെ ആ ഒരു ക്രക്സ് തന്നെ അങ്ങ് മാറ്റിക്കളഞ്ഞു. അതാണ് വലിയൊരു അപജയത്തിന് കാരണമാക്കിയെന്നാണ് താങ്കൾ പറയുന്നത്. അപജയത്തിൻ്റെ അത് മാത്രമല്ല, അപ്പോൾ അത് മാത്രമെന്ന് നമുക്ക് പറയാനൊക്കില്ല. മറിച്ച് ഈഴവ സമുദായത്തിന് കൃത്യമായിട്ടുള്ള ഒരു പരിഗണന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ കാലത്ത് ഉണ്ടായിട്ടില്ല. അത് ഞാൻ പറയാൻ കാരണം നമുക്കൊരു മുസ്ലിം സമുദായത്തിന് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വളർച്ച നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാകട്ടെ ഹോസ്പിറ്റലുകളാകട്ടെ ഇതെല്ലാം വലിയ രീതിയിൽ അവർക്ക് നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഈഴവ സമുദായത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ശങ്കർ സാറിന് ശേഷം പുതുതായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. ശങ്കർ സാർ എന്തുണ്ടാക്കിയോ അതിൽ തന്നെ ഇപ്പോഴും ഈഴവ സമുദായം നിൽക്കുകയാണ്. നല്ലൊരു മെഡിക്കൽ കോളേജ് ഈഴവ സമുദായത്തിനില്ല. ഇപ്പം ഈഴവ സമുദായം തന്നെ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിക്ക് ഗുരുവിൻ്റെ പേര് നൽകണമെന്ന്. നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. മാതാ അമൃതാനന്ദമയി അവര് അതെ ഞാൻ പറഞ്ഞു, ഇപ്പൊ മാതാ അമൃതാനന്ദമയിയുടെ പേരിലുള്ള അമൃത യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്. SNDP യോഗത്തിന് തീർച്ചയായും അത് കഴിയുമായിരുന്നു, പക്ഷെ അവരത് ചെയ്തില്ല. ശരിയാണ്. ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചില രാഷ്ട്രീയ തട്ടിപ്പുകൾ ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിന്റെ അസ്തിത്വം പോലും ഇപ്പൊ എവിടെയാണെന്നുള്ളതോ അല്ലെങ്കിൽ അതൊന്ന്. രണ്ടാമത്തെ വിദൂര വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ, നിലവാര തകർച്ച കൊണ്ട് അടച്ചുപൂട്ടാൻ ഒരു തീരുമാനം കേന്ദ്രം എടുത്തപ്പം കേരള ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നും പറഞ്ഞൊരു പരിപാടി കൊണ്ടുവന്നു. അതൊരു പ്രഭാഷ് എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനായിരുന്നു അതിൻ്റെ ചാർജ് ആയിരുന്നു. ഈ 2019 ആ സമയത്ത് ഇടതുപക്ഷത്തിലേക്ക് ഉള്ള ഈഴവരുടെ ആ ഒരു ഒഴുക്ക് ഒന്ന് മാറി നിന്ന സമയത്ത്, അതായത് ഈഴവ സമുദായം വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ BDS ഉണ്ടായപ്പോൾ അങ്ങോട്ട് പോകും എന്നുള്ളൊരു തോന്നലുണ്ട്. ഈഴവ സമുദായത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി
ഇടത് സർക്കാർ ഉണ്ടാക്കിയൊരു പദ്ധതിയാണ്. പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒന്നാണ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി. പക്ഷെ അത് എന്താണ് എന്ന് എവിടെയാണ് എങ്ങനെയാണെന്ന് ഇപ്പോഴും ഒരു നിശ്ചയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയാണ്. ഇപ്പം വെള്ളാപ്പള്ളിയുടെ വലിയ നിശിതമായ ഒരു വിമർശകൻ കൂടിയാണല്ലോ താങ്കളുടെ ഒരു വെള്ളാപ്പള്ളിയെ ഇലുമിനാറ്റി എന്നൊക്കെയാണ് താങ്കൾ വിശേഷിപ്പിച്ചത്. അല്ല, അത് കാരണം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയെ പോലെ പാർട്ടികൾ മാറുന്നൊരു വ്യക്തി വേറെയില്ല. താങ്കൾക്ക് അറിയായിരിക്കും. അതെ, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് മുരളി മനോഹർ ജോഷി വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ വന്ന് കാണുകയും അതേ തുടർന്ന് തിരുവനന്തപുരത്തുള്ള ഷാജി വെട്ടൂരാൻ എന്ന് പറയുന്ന വ്യക്തി, വെള്ളാപ്പള്ളിയുടെ അന്നത്തെ ഒരു സഹയാത്രികനായിരുന്ന ഷാജി വെട്ടൂരാനും 1000 യുവാക്കളും BJP-യിൽ ചേരുമെന്നൊരു പത്രവാർത്തയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം വെള്ളാപ്പള്ളി 2016-ൽ BJP-യുമായി ധാരണയായി. അത് കഴിഞ്ഞ് ആ ധാരണ നിലനിൽക്കെ തന്നെയാണ് ശബരിമല വിഷയം വന്നപ്പോൾ. ശബരിമല വിഷയം ഒരിക്കലും ഒരു ജാതീയമായിട്ടുള്ളൊരു വിഷയമല്ല ശബരിമല നടന്നത്. ഇപ്പം ജാതി അവിടെ ഉണ്ട്. ഉദാഹരണം തന്ത്രിയുടെ നിയമനമൊക്കെ ജാതി ഉണ്ട്. എന്നാൽ പോലും ശബരിമലയിൽ അന്ന് നടന്ന ഒരു ജെൻഡർ ഇനിക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. അതിൽ വെള്ളാപ്പള്ളി നേരെ അതിനെ ജാതി എടുത്തിട്ടപ്പോഴത്തേക്ക് ഈഴവരും നായരും തമ്മിലുള്ള ഒരു അടിയായി. എത്ര പെട്ടെന്നാണ് അതിന്റെ ആ ഒരു പിക്ചർ മാറിയെന്നറിയുള്ളൂ. അപ്പം ജാതി എടുത്തിട്ടു. വെള്ളാപ്പള്ളി നവോത്ഥാന നായകനായി. അതേസമയം തന്നെ മകനെ BJP-യിൽ നിർത്തിയപ്പം അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിക്കുകയാണ്. അപ്പം ഏത് രാഷ്ട്രീയ പാർട്ടികൾ വന്നു കഴിഞ്ഞാലും പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് കോടതിയിലാണെങ്കിൽ തന്നെയും വെള്ളാപ്പള്ളിക്ക് അനുകൂലമായി മെറിറ്റിൽ ഒരു വിധി പോലും ഇന്ന് വരെ ഇന്ത്യയിൽ ഒരു കോടതിയും വിധിച്ചിട്ടില്ല. പക്ഷെ കേസുകൾ നീട്ടിക്കൊണ്ടുപോകാൻ അതിനുള്ള ഒരു കഴിവ്, ആ കഴിവ് ഇപ്പം നെഗറ്റീവ് ആണെങ്കിലും അദ്ദേഹം കഴിവുള്ളൊരു മനുഷ്യനാണ്. ഇപ്പൊ രാവണനെ നമ്മൾ കഴിവില്ലാത്ത ഒരാളാണെന്ന് ഒരിക്കലും പറയത്തില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് അങ്ങനൊരു പ്രയോഗം വന്നത്. ഈ നമ്മൾ ഇതിന്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ ഇപ്പോൾ SNDP യോഗത്തിലെ അംഗങ്ങളായിരിക്കുന്ന ഭൂരിപക്ഷം പേരും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നവരായിരുന്നു. ആ ഒരു രാഷ്ട്രീയത്തിന് ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുന്നതായി തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്ക് അവരുടെ പുതിയ തലമുറ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? കേരളത്തിലെ നവോത്ഥാനം, യഥാർത്ഥത്തിൽ കേരളത്തിന്റെ നവോത്ഥാനം തുടങ്ങുന്നത് വൈകുണ്ഠസ്വാമികളിൽ നിന്നാണ്. വൈകുണ്ഠസ്വാമികളിലൂടെ, ഗുരുവിലൂടെ, സഹോദരൻ അയ്യപ്പനിലൂടെ, അയ്യങ്കാളിയിലൂടെ ആ നവോത്ഥാനം കേരളത്തിൽ പൂർണ്ണ ശക്തിയായി പ്രാപിച്ചപ്പോൾ അതിൽ നിന്ന് വിളവെടുക്കുക എന്നുള്ളൊരു പണി മാത്രമേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ശരിക്ക് കേരളത്തിൻ്റെ ബംഗാളിൻ്റെ അവസ്ഥ നമുക്ക് നോക്കിയറിയാം. ബംഗാളിൽ രാജാറാം മോഹൻ റോയ് ആയാലും സ്വാമി വിവേകാനന്ദൻ അവർ വിതച്ച് മണ്ണിൽ കൊയ്തെടുക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി മാത്രമേ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നുള്ളൂ. ആത്മീയതയാണ് അവിടെ പാതയൊരുക്കിയത്. തീർച്ചയായും ആത്മീയത തന്നെയാണ് പാതയൊരുക്കിയത്. കമ്മ്യൂണിസ്റ്റുകാരാണ് വിളവെടുത്തതെങ്കിലും ആത്മീയതയ്ക്കായിരുന്നു. അതെ, ശരിക്കും കമ്മ്യൂണിസവും ഈ ഉപനിഷത്തും തമ്മിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെ കമ്മ്യൂണിസത്തിൽ ആത്മീയതയില്ല, ആത്മാവ് ശരീരത്തിൽ ഉപോൽപ്പന്നമാകുന്നെന്ന് പറയുന്നു. ഉപനിഷത്ത് വരുമ്പോഴത്തേക്ക് ആത്മാവാണ് ഈശ്വരൻ എന്ന് പറയുന്നു. ഈ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം ഇവർ തമ്മിലുള്ളൊരു സങ്കലനം വളരെ എളുപ്പമാണ്. അതിനെ കൃത്യമായി ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉപയോഗിച്ചതുകൊണ്ടാണ് അധകൃതരും പിന്നോക്കക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭവം പ്രകടിപ്പിച്ചു തുടങ്ങിയത്. പക്ഷെ ഇന്ന് അതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ദേശീയവാദവും ഒരു മതസത്വവാദവും ഇന്ന് ഈഴവരുടെയിൽ വന്നിട്ടുണ്ട്. ജാതി സത്വത്തിലുപരി ഒരു മതസത്വവാദം ഈഴവരുടെയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ BJP-ക്ക് വോട്ട് കൂടുന്നതും BDJS-നൊക്കെ തന്നെ വോട്ട് ശതമാനം കൂടുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഈ പഴയ ജാതി വ്യവസ്ഥയുടെ ഇരകളാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ അവർ അങ്ങനെ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ പിൻതലമുറക്കാരെ ഇങ്ങനെയാണ് ചെയ്തിരുന്നത്, ശൂലത്തിൽ കയറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അക്രമങ്ങളുടെ ഒരു പരമ്പര തന്നെ വീണ്ടും വീണ്ടും ഉണർത്തിക്കൊണ്ടുള്ള പ്രചരണം അല്ലെങ്കിൽ ചില പ്രൊപ്പഗണ്ടകൾ ഉണ്ടാവാറുണ്ട് ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന്. പ്രത്യേകിച്ചും സുനിൽ പി ഇളയിടം പോലുള്ള അവരുടെ പ്രസംഗങ്ങളിൽ അതാണ്. അതുപോലെ തന്നെ നാരായണ ഗുരുവിനെ പ്രസക്തമായും അപ്രസക്തമായും ഒക്കെ ഇവർ കോട്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ള പ്രവൃത്തികളോട് താങ്കളുടെ പ്രതികരണം എന്താണ്? ഇതിൽ നമ്മൾ പ്രസക്തമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈഴവരുടെ ചരിത്രം ഈഴവ സമുദായം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈഴവരുടെ ചരിത്രത്തിൽ ഒരു 150-200 വർഷം മാത്രമേ ഉള്ളൂ അടിച്ചമർത്തപ്പെട്ടതായി നമുക്ക് കാണിക്കാൻ കഴിയും. അതിനു മുമ്പ് അങ്ങനെ ഒരു ചരിത്രം ഈഴവർക്കില്ല. മാത്രമല്ല, ഈഴവരുടെ ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് വളരെ മനോഹരവും അതോടൊപ്പം തന്നെ പ്രൗഢവുമായ ഒന്നാണ്.
BC മൂന്നാം നൂറ്റാണ്ടിൽ അരട്ടപ്പെട്ടി ശാസനത്തിലാണ് ആദ്യം ഈ ഈഴവൻ എന്നുള്ളൊരു പരാമർശം വരുന്നത്. അതിൽ തന്നെ ഒരു വ്യാപാരിയായിട്ടാണ് ഈഴവനെ കാണുന്നത്. അത് കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം, ഉണ്ണിയാർച്ചയാണെങ്കിൽ ആരോമൽ ശേഖരമാണെങ്കിൽ അവരൊക്കെ സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളുണ്ടായിരുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോൾ ഇട്ടി അച്യുതൻ വൈദ്യർ, ഡച്ചുകാരുടെ കാലത്ത് ഇട്ടി അച്യുതൻ വൈദ്യർക്കുണ്ടായിരുന്ന സ്ഥാനം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോൾ ആറാട്ടുപുഴ വേലായുധ പണിക്കർ, അത് കഴിഞ്ഞ് ഗുരു, ബാക്കി ഉള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ഇവരൊക്കെ വരുമ്പോഴത്തേക്ക് ഈഴവർക്ക് അങ്ങനെ ഒരു മോശപ്പെട്ട ചരിത്രം എന്ന് പറയാൻ ഒരു 150 വർഷമേ ഉള്ളൂ. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. അതായത് 1500കളിൽ നാഞ്ചിനാട് കലാപം എന്ന് പറഞ്ഞൊരു വർഗീയ ലഹള നടന്നിരുന്നു ഈഴവരും പറയരും തമ്മിൽ. ഈ വർഗീയ ലഹളയിൽ പറയരുടെ ഭാഗത്താണ് ബ്രാഹ്മണർ നിന്നിരുന്നത്. പറയരെ രക്ഷിക്കാനാണ് ബ്രാഹ്മണർ നിന്നിരുന്നത്. പക്ഷെ ഈഴവരാണ് ഈ ലഹളയിൽ വിജയിച്ചത്. ഒരുപാട് ബ്രാഹ്മണരെ അന്ന് ഈഴവർ കൊല്ലുകയും ചെയ്തു. 1500കളിലാണ് ഈ സംഭവം നടക്കുന്നതെന്ന് ഓർക്കണം. എന്നിട്ടും അന്ന് ഈ ലഹളയിൽ ഏർപ്പെട്ട ഈഴവർക്കെതിരെ ഒരു നടപടിയും രാജാവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. കാരണം ഈഴവർക്ക് അത്രയും പ്രബലമായ ശക്തി ഉണ്ടായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലത്തിന് ശേഷം, മാർത്താണ്ഡവർമ്മ ഉമ്മണിത്തങ്കയുടെ ആത്മഹത്യക്ക് ശേഷം മാർത്താണ്ഡവർമ്മയ്ക്കുണ്ടായ മനസ്സിൻ്റെ ആ ഒരു വിഷയമായിരിക്കാം അത് ബ്രാഹ്മണർ മുതലെടുക്കുകയും, പ്രത്യേകിച്ച് രാമയ്യൻ ദളവയെ പോലുള്ളവർ മുതലെടുക്കുകയും അതിനെ തുടർന്നാണ് ഈഴവരുടെ കളരികളെല്ലാം പിടിച്ചെടുക്കുന്നത്. ഈഴവരുടെ മാത്രമല്ല, നാടാർ സമുദായത്തിൻ്റെ കളരിയും പിടിച്ചെടുത്തു. മാർത്താണ്ഡവർമ്മയുടെ ചരിത്രത്തിൽ മാർത്താണ്ഡവർമ്മയുടെ വലിയ പടത്തലവൻ എന്ന് പറയുന്ന ആനന്ദപത്മനാഭൻ നാടാർ എന്ന് പറയുന്ന നാടാർ സമുദായത്തിൽപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. അതോടൊപ്പം തന്നെ കായംകുളം പിടിച്ചെടുക്കാൻ മാർത്താണ്ഡവർമ്മ അയച്ചത് രണകീർത്തി ചേകവർ എന്ന് പറയുന്ന ഈഴവ യോദ്ധാവിനായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലം കഴിയുമ്പോഴത്തേക്ക് ഈഴവരുടെ സമൂഹത്തിലുള്ള പ്രാധാന്യം കുറഞ്ഞു വരികയും ധർമ്മരാജാവിൻ്റെ കാലത്ത്, അതായത് കാർത്തിക തിരുനാളിൻ്റെ കാലത്ത് അത് കൂടുകയും ചെയ്തു. അത് ഏകദേശം ഒരു 200 വർഷം മാത്രമേ ഉള്ളൂ ഈഴവർക്കൊരു തങ്ങളുടെ ചരിത്രത്തിൽ മോശപ്പെട്ട കാലമെന്ന് പറയാൻ കഴിയുന്നത്. അതെല്ലാ സമുദായത്തിനും അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രങ്ങൾക്കും എല്ലാ സംസ്കാരങ്ങൾക്കും അവരുടെ ചരിത്രത്തിൽ ഒരു ഇരുണ്ട കാലം ഉണ്ടായിരിക്കുമല്ലോ, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വലിയ അടിച്ചമർത്തലൊന്നും ഈഴവ സമുദായം നേരിട്ടതായി എനിക്ക് തോന്നുന്നില്ല. ഈഴവ സമുദായത്തിന്റെ പുനരുത്ഥാനത്തെ അല്ലെങ്കിൽ നവോത്ഥാനത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെയാണ് കുമാരനാശാൻ, മഹാകവി കുമാരനാശാനെ കുറിച്ച് ചിന്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് അടുത്തിടെ വന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇപ്പോഴാണ് അത് പബ്ലിഷ് ചെയ്യപ്പെട്ടത്, പൊതുമധ്യത്തിൽ എത്തുന്നത്. ആ മരണം സാംസ്കാരിക കേരളത്തിലും രാഷ്ട്രീയ കേരളത്തിലും ഒക്കെ ഒട്ടേറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നതാണ്. ആ മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ റിപ്പോർട്ടിനെ കുറിച്ച് താങ്കൾക്കുള്ള പ്രതികരണം എങ്ങനെയാണ്? ആ റിപ്പോർട്ട് ഞാൻ വായിച്ചിരുന്നു. അതിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതിലൊരു ദുരൂഹതയുണ്ട്. കാരണം ആശാന്റെ മരണം ഒരു സ്വാഭാവിക മരണമാണെന്ന് വിശ്വസിക്കുക പ്രയാസമാണ്. കായിക്കരക്കായലിൽ കുളിച്ച് നീന്തി വളർന്ന ആശാൻ പല്ലന്നത്തോട്ടിൽ മുങ്ങി മരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക്, ഞാൻ കൊച്ചിയിലൊക്കെ കേട്ടിരുന്നത് ആശാന്റെ മുറി അകത്തുനിന്ന് ലോക്കായിരുന്നു, അങ്ങനെയാണ്. പിന്നെ ചിന്തിച്ചു ആശാന്റെ മൃതദേഹം എങ്ങനെയാണ് അതിൽ നിന്ന് കുറച്ചകലെ ഒരു തോട്ടിലെത്തപ്പെട്ടതെന്ന്. ആ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് അങ്ങനെ ഒരു മുറിയെ കുറിച്ച് പറയുന്നതേ ഇല്ല. അത് മാത്രമല്ല, അവിടെ 2 വള്ളങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ തുടർ അന്വേഷണത്തിൽ അങ്ങനെ വന്ന 2 വലിയ വള്ളങ്ങളെ കുറിച്ച് യാതൊരു റിപ്പോർട്ടും അതിലുണ്ടായിരുന്നവരെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലെന്നും വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ആശാന്റെ മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ട്. പക്ഷെ പലരും പറയുന്നത് ഇപ്പം ദുരവസ്ഥ എന്ന കൃതിയെ വെച്ചാണല്ലോ പറയുന്നത്. അപ്പം ദുരവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബ്രാഹ്മണ യുവതിയും പോലെ യുവാവും തമ്മിലുള്ള പ്രണയമാണ് അതിനകത്ത് വരുന്നത്. അപ്പം എന്തുകൊണ്ട് സവർണർക്ക് ദേഷ്യം വന്നുകൂടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതിൽ തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം, ആറാട്ടുപുഴ വേലായുധ പണിക്കർ, ഇവരുടെ ചരിത്രത്തിൽ ഒരു റവല്യൂഷണറി എന്ന് പറയുന്നത് ആറാട്ടുപുഴയായിരുന്നു. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ മരണം സവർണ ഹിന്ദുക്കൾ പ്ലാൻ ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. കാരണം സവർണ ഹിന്ദുക്കൾക്ക് ആറാട്ടുപുഴയെടുത്ത് വിദ്വേഷം ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ മഹാരാജാവ് ആറാട്ടുപുഴയോട് കാണിച്ച വാത്സല്യം അവർക്ക് ദേഷ്യം ഉണ്ടാക്കിയിരുന്നു. ഇടപ്പള്ളി രാജാവിൻ്റെ മകൻ മേനോനെ പാലത്തിൽ നിന്നെടുത്ത് കായലിലെറിഞ്ഞ ആ വിഷയത്തിൽ ആറാട്ടുപുഴ 1 വർഷത്തോളം തടവിൽ കഴിഞ്ഞിരുന്നു. അപ്പോൾ അവർക്ക് വിദ്വേഷം ഉണ്ടായിരുന്നു. പക്ഷേ ആറാട്ടുപുഴയുടെ മരണത്തെക്കുറിച്ച് വ്യക്തമായി ഒരു പുസ്തകം രചിക്കപ്പെട്ടിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്ത് ആറാട്ടുപുഴയുടെ മരണത്തെക്കുറിച്ച് വ്യക്തതയുണ്ട്. അത്
ഒരു സുറിയാനി ക്രിസ്ത്യൻ സഭയുടെ പാലേക്കുന്നിൽ വല്യച്ഛൻ എന്ന് പറഞ്ഞ പാലേക്കുന്നിൽ മത്തായി കത്തനാർ എന്ന് പറയുന്ന വ്യക്തി ആറാട്ടുപുഴയുടെ സമകാലീനനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ നാളാഗമം എന്ന് പറയുന്ന പുസ്തകത്തിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ വധിച്ചത് ജോനകരായിരുന്നെന്നും കൊല്ലം പേഷ്കാരായിരുന്ന രാമയ്യർ ആ കേസ് കൃത്യമായി വിചാരണ നടത്തിയിരുന്നുവെന്നും എന്നാൽ ഈ കൊലപാതകത്തിൽ ഏർപ്പെട്ട ജോനക യുവാക്കൾ കപ്പൽ കയറി നാട് വിട്ടതിനാൽ അവരെ പിടിക്കാനോ അവരെ ശിക്ഷിക്കാനോ കഴിഞ്ഞില്ലെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആറാട്ടുപുഴ മതപരിവർത്തനത്തിനെതിരായിരുന്നു. മതപരിവർത്തനം നടത്തിയ ഈഴവരെ അദ്ദേഹം സാമദാനം, ഭേദം, ദണ്ഡം എന്നീ മാർഗങ്ങളിലൂടെ തന്നെ തിരിച്ചു കൊണ്ടുവന്നിരുന്നു. ആറാട്ടുപുഴയുടെ കുടുംബത്തിൽപ്പെട്ട വ്യക്തി തന്നെയായിരുന്നു ആറാട്ടുപുഴയെ കുത്തിയ തൊപ്പിയിട്ട് കിട്ടനെന്ന യുവാവ്. അവിടുന്ന് മതം മാറിയ ആളാണ്. അപ്പം മതം മാറ്റത്തിന് ആറാട്ടുപുഴ എതിരായിരുന്നു. അങ്ങനെയുള്ള ഈഴവരെ അദ്ദേഹം ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി അവർ കൊന്നത് തന്നെയാണെന്നാണ് ഈ പാലേക്കുന്നിൽ വല്യച്ഛൻ്റെ പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആശാന്റെ കാര്യം വരുമ്പം ആശാന്റെ കാര്യത്തിലും ഇതേപോലെ തന്നെ ആണ് ആരോപിക്കുന്നത്. ഇത്തരം ചില മത ബന്ധങ്ങളാണ് ആരോപിക്കപ്പെടുന്നത്. അതായത് ദുരവസ്ഥയുടെ മുഖവുരയിൽ ആശാൻ പറയുന്നുണ്ട്, മാപ്പിള ലഹള ഒരു ഓർമ്മപ്പെടുത്തൽ ആണ് ഹിന്ദു സമുദായത്തിന്. മഹാകവി കുമാരനാശാന്റെ മരണത്തിന് പിന്നിൽ ദുരവസ്ഥയുടെ രചനയാണെന്നും അതിൽ അമർഷം പൂണ്ട മുസ്ലിം തീവ്രവാദികളാണ് ആശാനെ വധിച്ചതെന്നും ഒരു പ്രചരണമുണ്ട്. അത് സ്വാഭാവികമായും അതിന് സാധ്യതയുണ്ട് തന്നെ. കാരണം ആലപ്പുഴയിലെ മുസ്ലിം യുവജന സംഘം ആശാനോട് ദുരവസ്ഥ പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ആശാൻ അത് നിരസിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു വർഷത്തിനകത്താണ് ആശാൻ മരണപ്പെടുന്നത്. ഈ ദുരവസ്ഥ എന്ന് പറയുന്ന കൃതി യഥാർത്ഥത്തിൽ ഹിന്ദു ഐക്യത്തിന് വേണ്ടിയുള്ള ആശാന്റെ ഒരു ആശാൻ മുന്നോട്ട് വെച്ചൊരു ഐഡിയ ആയിരുന്നു. അത് അതിൻ്റെ മുഖവരയിൽ തന്നെ കുമാരനാശാൻ വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ അതൊന്ന് വായിക്കാം. തെക്കേ മലയാളം ജില്ലയിൽ 1097 ചിങ്ങത്തിൽ ആരംഭിച്ച മാപ്പിള ലഹള കേരള ചരിത്രത്തിൽ രക്തരൂക്ഷിതമായൊരു അധ്യാനത്തെ രചിച്ചിരിക്കുകയാണല്ലോ. കൽപ്പനാശക്തിയെ തോൽപ്പിക്കുന്ന ഭയങ്കരങ്ങളും പൈശാചികങ്ങളുമായ സംഭവങ്ങളെ കൊണ്ട് കേരളത്തെ മാത്രമല്ല ഇന്ത്യയെ മുഴുവൻ ഒരു പ്രകാരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു പ്രകാരത്തിൽ ഇളക്കി മറിച്ചിരുന്ന ആ കൊടുങ്കാറ്റ് ഭാഗ്യവശാൽ ഇപ്പോൾ മിക്കവാറും ശമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആപത്തിനേക്കാൾ വലിയ അധ്യാപകനില്ലെന്നുള്ളത് ചരിത്രവും മതവും ഒന്നുപോലെ സമ്മതിക്കുന്ന വസ്തുതയാകുന്നു. ലഹളയുടെ വായിൽ നിന്നും അതിൻ്റെ നാവിൻ്റെ പരുപരപ്പും വീരപ്പല്ലിൻ്റെ മൂർച്ചയും നല്ലവണ്ണം അറിഞ്ഞ് ഇപ്പോൾ വിഷകലിതമായി വെളിയിൽ വമിക്കപ്പെട്ടിരിക്കുന്നു. ഹിന്ദു സമുദായം പുരാതനമായൊരു നാഗരികതയുടെ പ്രാതിനിധ്യം വഹിക്കുന്ന ഒന്നാണെന്നുള്ളത് ശരി തന്നെ. എന്നാൽ നവീനാദർശം അനുസരിച്ച് നോക്കിയാൽ ഈ സമുദായം ഇന്നും ശൈശവാവസ്ഥയിൽ ഇരിക്കുകയാണെന്നുള്ളതും സമ്മതിച്ചേ തീരൂ. ശൈശവത്തിൽ പഠിക്കുന്ന പാഠങ്ങൾ വേഗം മറന്നുപോകും എന്നുള്ളൊരു ദോഷമുണ്ട്. എന്നാൽ ഉരുക്കഴിച്ച് പഠിച്ചാൽ ആജീവനാന്തം ഓർമ്മ നിൽക്കും എന്നുള്ളൊരു ഗുണവുമുണ്ട്. ഈ മഹാവിപത്തിൻ്റെയും ഇത് പഠിപ്പിച്ച പാഠങ്ങളിൽ ചിലതിൻ്റെയും ഓർമ്മയെ സമുദായത്തിൻ്റെ പുനഃസംഘടനയ്ക്ക് പ്രേരകമാക്കത്തക്ക രീതിയിൽ നിലനിർത്തണമെന്നുള്ളതാണ് ദുരവസ്ഥ എന്ന പേരിൽ അടിയിൽ കാണുന്ന പാട്ടിൻ്റെ വിനീതമായ ഉദ്ദേശം. അതായത് ഹിന്ദു ഐക്യം എന്ന സങ്കല്പം ആദ്യം മുന്നോട്ട് വെച്ചത് യഥാർത്ഥത്തിൽ കുമാരനാശാനാണ്. അതായത് സമുദായ പരിഷ്കരണം എന്നുള്ളൊരു വാദം ഇതിനിടയിൽ ചിലർ ഉയർത്തുന്നുണ്ട്. അതായിരുന്നു ദുരവസ്ഥയുടെ ലക്ഷ്യം എന്നുള്ള അവിടെ സമുദായം എന്ന് ഉദ്ദേശിച്ചത് വ്യക്തമായി പറയുന്നുണ്ട്, ഹിന്ദു സമുദായമാണ്. അതെ അതെ. ദുരവസ്ഥയുടെ രചനയ്ക്ക് ശേഷം തീർച്ചയായും മതപരിവർത്തന വാദത്തിന് എതിരായുള്ള ചോദിച്ചോട്ടെ, ഈ ദുരവസ്ഥ അദ്ദേഹം എഴുതാനുള്ള പ്രചോദനമാകുന്നത് മാപ്പിള ലഹളയാണ്. അദ്ദേഹം നേരിട്ട് അവിടെ പോയി സന്ദർശിക്കുകയും അത് നേരിട്ട് കാണുകയും ചെയ്ത് അല്ലെങ്കിൽ ശേഖരിച്ച അറിവുകളാണ് അദ്ദേഹത്തിനെ ഇതിലേക്ക് നയിച്ചത് എന്നത് ശരിയല്ലേ? അതെ, തീർച്ചയായും. ആശാനെ സംബന്ധിച്ചിടത്തോളം ആശാൻ ഒരു മതമൗലികവാദിയൊന്നും ആയിരുന്നില്ല. ആശാൻ എല്ലാ മതങ്ങളെയും സമഭാവനയോടും സ്നേഹത്തോടും കണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പം ആശാൻ ഹിന്ദു മതത്തിൽ അധിഷ്ഠിതമായുള്ള ജീവിതം നയിച്ചിരുന്ന സ്തോത്രകൃതികൾ എഴുതിയിരുന്ന ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ പോലും ആശാൻ ഏറ്റവും കൂടുതൽ ആശാന്റെ രചനകൾ എന്ന് പറയുന്നത് ബുദ്ധഭഗവാനെ കുറിച്ചാണ്. ശ്രീബുദ്ധചരിതമാണെങ്കിലും ചണ്ഡാല ഭിക്ഷുകിയാണെങ്കിലും വാസവദത്തയുടെ കരുണയാണെങ്കിലും കരുണയാണെങ്കിലും ആശാൻ ബുദ്ധ ഭഗവാനെ ഗ്രാമവൃക്ഷത്തിലെ കുയിലിലുമുണ്ട് ചില അതിന്റെ ഛായകൾ.
ഗ്രാമക്ഷേത്ര കുയിലിലേക്ക് നമുക്ക് വരാം. അപ്പം ബുദ്ധ ഭഗവാനോട് വളരെയധികം സ്നേഹം കാണിച്ചിരുന്ന വ്യക്തിയാണ് ആശാൻ. പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ആശാൻ പറഞ്ഞിട്ടുള്ളത് ശ്രീബുദ്ധനും അല്ലെങ്കിൽ ബുദ്ധധർമ്മവും ഹിന്ദുധർമ്മത്തിൻ്റെ ഭാഗമാണെന്നാണ്. സാഖ്യം, വൈശേഷികം തുടങ്ങിയ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ദർശനങ്ങളെ പോലെ തന്നെ ഒന്നാണ് ബുദ്ധ ദർശനമെന്നും ബുദ്ധനെ ഒരിക്കലും ഹിന്ദുധർമ്മത്തിൽ നിന്ന് വിഭിന്നനായി കാണരുതെന്നും ആശാൻ വ്യക്തമായി മതപരിവർത്തന രസവാദം എന്ന തൻ്റെ കൃതിയിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ മതപരിവർത്തന രസവാദം എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ഒരു നിലപാടാണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതെ, അതായത് മതപരിവർത്തന രസവാദം എന്ന കൃതിയല്ല, ഒരു കത്താണത്. അത് എഴുതാൻ തുടങ്ങുന്നത് കൊല്ലത്ത് നടന്ന ഒരു SNDP യോഗത്തിന്റെ മീറ്റിങ്ങിൽ ഈഴവർ മതം മാറേണ്ട ആവശ്യമില്ല എന്ന് ആശാൻ പ്രസ്താവിച്ചിരുന്നു. അന്നത്തെ കാലത്ത് ഈഴവർ മതം മാറണമെന്നുള്ള ആവശ്യം SNDP യോഗത്തിന്റെ തന്നെ നേതാക്കന്മാർ പലരും ഉന്നയിച്ചിരുന്നു. TK മാധവൻ ഈഴവർ ക്രിസ്തുമതം സ്വീകരിക്കണമെന്നും, CV കുഞ്ഞിരാമൻ ഈഴവർ ഇസ്ലാം സ്വീകരിക്കണമെന്നും, C കേശവൻ ബുദ്ധമതം സ്വീകരിക്കണമെന്നുള്ള ആവശ്യങ്ങളൊന്നും ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ആശാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഹിന്ദുമതം പരിഷ്കരിച്ച് അവിടെ തന്നെ തുടരണം എന്നുള്ള ആശയമായിരുന്നു ആശാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ആശാൻ ഗുരുവിന്റെ നിലപാട്, അതെ, ഗുരുവിന്റെ നിലപാട് അത് തന്നെയായിരുന്നു. ശുദ്ധ ഹിന്ദുമത തത്വം എന്നുള്ളത് ഗുരുവിന്റെ നിലപാടായിരുന്നു. അത് തന്നെയാണ് ആശാൻ പിന്തുടർന്നിരുന്നത്. കാരണം ആശാനെ സംബന്ധിച്ചിടത്തോളം ഗുരുഭക്തി എന്നതിലുപരി ഒരു രാഷ്ട്രീയ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് താല്പര്യമൊന്നും ആശാനില്ലായിരുന്നു. അപ്പോൾ ആശാന്റെ ഈ പ്രസംഗത്തിന് എതിരെ അന്ന് മിതവാദിയിൽ ശ്രീകൃഷ്ണൻ അവറുകളായിരുന്നു മിതവാദിയുടെ പത്രാധിപർ. അദ്ദേഹം 3-4 ലേഖനങ്ങൾ എഴുതിയും അതിന് മറുപടിയായി ആശാൻ രചിച്ചതാണ് മതപരിവർത്തന രസവാദം എന്നുള്ളത്. ഈ മതപരിവർത്തന രസവാദം ആശാൻ എഴുതി, എന്നാൽ അത് പബ്ലിഷ് ചെയ്യണം എന്ന ആശാന്റെ ആഗ്രഹം സഫലമായില്ല. അത് C കൃഷ്ണനെ അയച്ചു കൊടുത്തിട്ട് മിതവാദിയിൽ അത് അവർ പ്രസിദ്ധീകരിച്ചുമില്ല. മതപരിവർത്തന രസവാദം ഇറങ്ങി 7-ാം മാസം ആശാൻ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ അയച്ചു കൊടുത്ത ലേഖനത്തിന്റെ ഭാവി അല്ലെങ്കിൽ അതെങ്ങനെയാണ് പറയണം? അത് 10 വർഷങ്ങൾക്ക് ശേഷം ശ്രീ മൂർക്കോത്ത് കുമാരൻ അവറുകളാണ് അത് പബ്ലിഷ് ചെയ്തതും ഇന്ന് നമുക്കത് കാണാൻ ഭാഗ്യം കിട്ടിയതും മൂർക്കോത്ത് കുമാരൻ അവറുകളുടെ പരിശ്രമം മൂലമാണ്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ആശാൻ മരിച്ച് 10 വർഷങ്ങൾക്ക് ശേഷമാണ് മതപരിവർത്തന രസവാദം എന്ന് പറയുന്ന പുസ്തകമായി പുറത്തു വരുന്ന ആൾക്കാർ കാണുന്നത്. അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് വ്യക്തമായി അതിനകത്ത് പറയുന്നുണ്ട് ആശാന്റെ നിലപാട്. കാരണം ലൗകിക താല്പര്യങ്ങൾക്ക് വേണ്ടി മതം മാറുന്നതിനെ ആശാൻ കർശനമായി എതിർത്തിരുന്നു. കാരണം ലൗകിക താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും മതം മാറരുതെന്നുള്ളത് ശ്രീനാരായണ ഗുരുദേവന്റെ തന്നെ ചിന്താഗതിയായിരുന്നു. അങ്ങനെ മാറിയിട്ടുള്ള ക്രിസ്തുമതത്തിലേക്ക് പോയിട്ടുള്ള പലരെയും ഗുരു തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. കുമാരനാശാന്റെ ചരമ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ബോട്ടപകടത്തെ കുറിച്ചുള്ള റിപ്പോർട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ഇതിന് ഭാവിയിൽ അല്ലെങ്കിൽ ഇപ്പോഴിനി എന്തെങ്കിലും തരത്തിലുള്ള നിയമപരമായിട്ടുള്ള സാധ്യതകളുണ്ടോ? അല്ലെങ്കിൽ കാരണം സർക്കാർ ഇതുവരെ ഇരുട്ടത്ത് നിർത്തിയിരിക്കുകയാണ് ആശാനെ. അതിനെന്തെങ്കിലും സാധ്യതകൾ? ഇനിയിപ്പോൾ അതിനെന്ത് സാധ്യതയാണുള്ളത്? അതിനകത്ത് ഭാഗമായവരും അതിനിരയായവരും എല്ലാം കൊല്ലപ്പെട്ടു. 100 വർഷം കഴിഞ്ഞു. ഇനി അതിനകത്ത് ഒന്നുമില്ല. പഴയ നമ്മൾ പറയത്തില്ലേ, ശവക്കല്ലറ തോണ്ടി നോക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് നമുക്ക് ഗുണകരമായ ഒന്നുള്ളത്, ആശാന്റെ ദുരവസ്ഥ എന്ന് പറയുന്ന കൃതി മുന്നോട്ട് വെച്ചൊരു ആശയമുണ്ട്. ആ ആശയം എന്ന് പറയുന്നത് ഹൈന്ദവ ഐക്യമാണ്, മതപരിഷ്കരണമാണ്. അതായത് പരിഷ്കരണം എന്ന് പറയുമ്പോൾ അതിനകത്തുള്ളത് ജാതി ഇല്ലായ്മ ചെയ്യുക, മറ്റ് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് പരിഷ്കരിച്ചെടുക്കുക. അല്ല, ഗുരുവിൻ്റെ ആ ഒരു സങ്കല്പത്തിലൂടെ ഹിന്ദുമതം മുന്നോട്ട് പോകണം എന്നുള്ള ആശയമായിരുന്നു ആശാൻ മുന്നോട്ട് വെച്ചത്. ആശാൻ ഇന്ന് നമ്മളോട് ഇല്ല, ആശാന് അപായപ്പെടുത്തിയവരുമില്ല. 100 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ആശാൻ മുന്നോട്ട് വെച്ച ആ ഒരു ആശയം അതിന് ഇന്നും പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിൽ ആശാൻ മുന്നോട്ട് വെച്ച ആശയത്തിന് വലിയ പ്രസക്തി തന്നെയാണ്. തീർച്ചയായും ഇപ്പോഴാണെന്ന് തോന്നുന്നു അതിന്റെ പ്രസക്തി കൂടുതൽ വർദ്ധിച്ചു വരുന്നത്. തീർച്ചയായും ഇങ്ങനെയുള്ള ചരിത്രത്തിലെ ചില തമോഗർത്തങ്ങൾ ആർക്കും കാണാൻ അല്ലെങ്കിൽ അതിനുള്ളിലെ രഹസ്യങ്ങൾ ആർക്കും പിടികൊടുക്കാറില്ല. ഒരു പക്ഷെ ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ ആർക്കും ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഒരു ധ്രുവീകരണത്തിനൊക്കെ കാരണമായേക്കാം. പക്ഷെ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഇവിടെ ആരാണ് ഇതിന് പ്രയോജനം കിട്ടുന്നത് എന്നുകൂടി ചിന്തിക്കണം. എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിലുള്ള ഇങ്ങനെയുള്ള
തീവ്രവാദത്തെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? നോക്കൂ, ഇത് ആശാന്റെ കാലത്ത് തന്നെ ഇത് ഈ ഇന്നത്തെ പോലുള്ള ഒരു വിഷയം അവിടെ ഉണ്ടായിരുന്നു. കാരണം ഇപ്പം ആ റിപ്പോർട്ടിൽ ഞാനൊരു ഇന്റർവ്യൂ കണ്ടായിരുന്നു. അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, ആശാന്റെ റെഡീമർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനിൽ അന്നത്തെ SNDP ജനറൽ സെക്രട്ടറി ആയിരുന്ന എൻ കൃഷ്ണൻ ഉണ്ടായിരുന്നു, എൻ കുമാരൻ ജഡ്ജി ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു പ്രസംഗത്തിലും ആശാന്റെ മരണത്തിലെ ദുരൂഹതയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പിൽക്കാലത്ത് ഈ അഞ്ചംഗ കമ്മിറ്റിയിലെ അംഗമായിരുന്നു അദ്ദേഹം. അതെ അന്ന് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിൽക്കാലത്ത് ചരിത്ര പണ്ഡിതനായ PS വേലായുധൻ സാർ SNDP യോഗത്തിന്റെ ചരിത്രം എഴുതിയപ്പോഴും ആശാന്റെ ദുരൂഹ മരണത്തെക്കുറിച്ച് യാതൊന്നും തന്നെ പറയുന്നില്ല. ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല, എന്നാൽ അത് വാസ്തവമാണ്. കാരണം ആശാനോട് അന്നത്തെ SNDP യോഗ നേതാക്കൾക്ക് അസൂയ ഉണ്ടായിരുന്നു. ആ അസൂയ ദേഷ്യമായി വളർന്നിരുന്നു എന്നുള്ളത് സത്യമാണ്. അതിനകത്ത് CV കുഞ്ഞിരാമനാകട്ടെ, മഹാനായ C കേശവനാകട്ടെ, ഇവർക്കെല്ലാം ഉണ്ടായിരുന്നു. ഒന്ന്, ഗുരുവിന് ആശാനോടുള്ള പ്രണയം, പിന്നെ ആശാന്റെ പാണ്ഡിത്യം. ആശാൻ വെറും ഒരു കവി മാത്രമായിരുന്നില്ല, തത്വചിന്തകനായിരുന്നു, ദാർശനികനായിരുന്നു. അപ്പോൾ ആശാനോടുള്ള ആ ഒരു അസൂയ അവർക്കുണ്ടായിരുന്നു. കാരണം ആശാന്റെ മരണശേഷം ആദ്യം എൻ കുമാരൻ അവറുകളായിരുന്നു ജനറൽ സെക്രട്ടറി. അതിനുശേഷം TK മാധവൻ സംഘടനാ സെക്രട്ടറി ആയിരുന്നു. പിന്നെ CV കുഞ്ഞിരാമൻ SNDP ജനറൽ സെക്രട്ടറി. ഇവരൊക്കെ തന്നെ ആശാനെതിരായിട്ട് ഒരു വലിയൊരു കോക്കസ് രൂപീകരിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന ആൾക്കാരാണ്. ഇവരുടെയൊക്കെ ഒരു ഭാഗത്തു നിന്നുണ്ടായ തിക്താനുഭവങ്ങൾ വെച്ചിട്ടാണ് ഗ്രാമവർഷത്തെ കുയിൽ എന്ന കൃതി ആശാൻ രചിച്ചത്. ആ കൃതി രചിച്ചതിന് പ്രതികാരമായി കുയിൽകുമാരൻ എന്ന് പറഞ്ഞൊരു കവിത അന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതിന്റെ പിന്നിൽ CV കുഞ്ഞിരാമനാണെന്ന് പറയുന്നു. വ്യക്തതയൊന്നുമില്ല, പക്ഷെ അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന ആൾക്കാരിൽ നിന്ന് ഇതേപോലുള്ള SNDP യോഗത്തിന്റെ നേതാക്കളിൽ നിന്ന് ആശാന തിക്താനുഭവങ്ങൾ നേരിട്ടിരുന്നു. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. SNDP യോഗത്തിന്റെ അന്നത്തെ നേതൃത്വത്തിൽ ഹിന്ദു മതത്തിൽ നിന്നുകൊണ്ട് അതിനെ പരിഷ്കരിച്ച് മുന്നോട്ട് പോവുക എന്ന ആശയം മുന്നോട്ട് വെച്ചത് കുമാരനാശാൻ മാത്രമാണ്. ബാക്കിയുള്ളവർക്കൊന്നും അതിനോട് താല്പര്യമില്ലായിരുന്നു. അവർ കൂടുതലും ഈഴവ സ്വത്വവാദികളായിരുന്നു. അത്യാവശ്യം ബിസിനസ് താല്പര്യങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങളും ഉള്ളവരായിരുന്നു. പക്ഷെ ആശാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സ്വാർത്ഥ ചിന്തകളൊന്നും തന്നെ ഇല്ലായിരുന്നു. കുറച്ചുകൂടി വിശാലമായി ചിന്തിച്ചിരുന്നു. ഗുരുവിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരുന്നതും ആശാനാണ്. ഇപ്പോൾ 2 വരികളിൽ ഗുരുവിനെ നിർവഹിച്ച് മറ്റാരുമില്ല. ആരായുകിൽ അന്ധത്വം ഒഴിച്ചാതിമഹസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ഗുരുവിനെ ഇതേപോലെ മനോഹരമായി ലളിതമായി വ്യാഖ്യാനിച്ച് വരാറുണ്ട്. ഈ ഗുരുവിനെ ദൈവമായി വ്യാഖ്യാനിക്കുന്നു, കുമാരനാശാൻ വ്യാഖ്യാനിക്കുന്നു പറഞ്ഞപ്പോഴാണ് ഗുരുവിനെ ദൈവമായി ആരാധിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുവാണ്. ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഭൂമിയിൽ ജീവിച്ച് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ആശയങ്ങളും പകർന്നു നൽകിയവരെല്ലാം നമുക്ക് ദൈവസമാനരാണ്. ശ്രീരാമനാകട്ടെ, ശ്രീകൃഷ്ണനാകട്ടെ, മറ്റ് രന്തിദേവനാവട്ടെ, ഇവരെല്ലാം നാം പ്രാർത്ഥിക്കുന്നുണ്ട്. ആ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഗുരുവിനെയും രമണ മഹർഷിയെയും ശ്രീരാമകൃഷ്ണനെയൊക്കെ ദൈവമായി കണ്ട് ആരാധിക്കുന്നതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സാധാരണക്കാരുടെ മനസ്സിന് അതൊരു സന്തോഷം, അല്ലെന്നുണ്ടെങ്കിൽ അവർക്കൊരു ആശ്വാസം നൽകുന്നെങ്കിലും നല്ല കാര്യമല്ലേ. തീർച്ചയായും. നമ്മൾ സ്വത്വവാദത്തെ കുറിച്ചാണ് തുടങ്ങിയത്. അതിലേക്ക് തന്നെ ഒന്നും കൂടി തിരിച്ചു വന്നിട്ട് നമുക്കിവിടെ പൂർത്തിയാക്കാമെന്ന് തോന്നുന്നു. ഈ സ്വത്വ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടുതൽ നടക്കുന്നത് ഇപ്പോഴാണ്. പ്രത്യേകിച്ചും BJPയുടെ നേതൃത്വത്തിലുള്ള NDA അധികാരത്തിൽ വരും എന്ന് പറയുമ്പോൾ ഈ ഒരു സ്വത്വവാദം ആണോ ഈ NDAയുടെ അല്ലെങ്കിൽ BJPയുടെ ഉയർച്ചയ്ക്ക് മുന്നിലുള്ളത്? സ്വത്വവാദം മാത്രമാണോ? ഇല്ല, അത് സ്വത്വവാദം എന്ന് പറയുമ്പോൾ അത് മതസ്വത്വവാദം എന്നേ പറയാൻ പറ്റും, ജാതി സ്വത്വവാദം എന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം സാമൂഹ്യ സമത്വം എന്നേ പറയാൻ പറ്റൂ. ഇപ്പം സാമൂഹ്യ സമത്വം ഇന്നും ഹിന്ദുക്കളുടെ ഇടയിൽ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ബ്രാഹ്മണനായി തന്നെയും പറയനായും പൊലയനായും ഈഴവനായും തുടരുകയാണ്. ഇതിനൊരു മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ പോലും ഹിന്ദുത്വ എന്നുള്ളത് അതിന് പോസിറ്റീവായും നെഗറ്റീവായും കാണാം. എന്നാൽ ഹിന്ദുത്വം എന്നുള്ള ഒരു പോസിറ്റീവ് വശം എടുത്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് BJPയുടെ ഉയർച്ചയ്ക്ക് കാരണം. ഇതിന്റെ ഒരു സ്വാധീനം കേരളത്തിൽ ഇനി എങ്ങനെയാണ് ഉണ്ടാവുക? അതിനൊരു ഭാവിയുണ്ടോ?
തീർച്ചയായും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അതിന് വലിയൊരു ഭാവിയുണ്ട്. കാരണം അത് ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഹിന്ദുക്കളിലെ വിവിധ ജാതികൾ അങ്ങോട്ട് ചെന്ന് ഉണ്ടാക്കുന്നതിൽ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. കർശനമായിട്ടുള്ള നിലപാടുകളിലൂടെ, എങ്ങനത്തെ നിലപാട്, ന്യൂനപക്ഷ പ്രീണനം എന്ന നിലപാടുകളിലൂടെ ഇവിടുത്തെ മതേതര മുന്നണികൾ ഹിന്ദുക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഇപ്പം ഒരു ഹിന്ദുത്വ മനസ്സില്ലാത്ത ഒരു ഹിന്ദു വളരെ കുറവാണ്. എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ള പല കമ്മ്യൂണിസ്റ്റുകാരാകട്ടെ അവർ പോലും ഈ ന്യൂനപക്ഷ സമുദായങ്ങളുടെ അപ്രമാദിത്വം ഉയർന്നു വരുന്നതിൽ അസ്വസ്ഥരാണ്. അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചില നേതാക്കന്മാർ, പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇടതുപക്ഷ നേതാക്കളുടെ ചില നടപടികൾ ഇതിന് കാരണമാകുന്നില്ലേ? സ്പഷ്ടമായിട്ട് പറഞ്ഞാൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ തന്നെ ചില പ്രസ്താവനകളും നടപടികളും ഒക്കെ ഇതിനൊരു ട്രിഗർ ചെയ്യുന്ന. തീർച്ചയായിട്ടും ഇവിടെ ഈ ജാതിവാദികളെക്കാളും മതവാദികളെക്കാളും മതം ഉണ്ട് ജീവിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഈ മതേതര രാഷ്ട്രീയക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവർ തമ്മിൽ അടിച്ചു നിൽക്കണം, ഇവർ തമ്മിൽ ഒരിക്കലും ചേർച്ചയിലാവരുത്. അങ്ങനെ നിന്നാൽ മാത്രമല്ലേ അവർക്ക് ഗുണമുള്ളൂ. ആ ഗുണത്തിന് വേണ്ടി അവർ ചെയ്യുന്ന ഓരോ പ്രസ്താവനകളോ അല്ലെങ്കിൽ ഓരോ നടപടികളുമാണ് കേരളത്തിൽ ജാതിയും മതവും വളർത്തുന്നത്. ഞാനൊരു സാങ്കല്പിക ചോദ്യം കൂടി ചോദിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതായത് ഇപ്പൊ അനാചാരങ്ങൾ അവസാനിപ്പിക്കാനായിട്ട് ബില്ല് കൊണ്ടിരുന്നു, ചിലത് നിരോധിക്കുന്നു. ഇങ്ങനെ ഈ ജാതി ഏതെങ്കിലും തരത്തിൽ നിരോധിക്കുകയായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ഇതൊരു സാങ്കല്പിക ചോദ്യം മാത്രമാണ്. തീർച്ചയായും അങ്ങനെ നിരോധിച്ച ചരിത്രമുണ്ട്. ജപ്പാനിൽ ഇപ്പം പലരും പറയുന്നുണ്ട് ബുദ്ധമതത്തിൽ ജാതിയില്ല, ബുദ്ധമതത്തിലേക്ക് പോകണം എന്ന് പറയുമ്പോഴത്തേക്ക് ജപ്പാനിൽ ബുദ്ധമതമായിരുന്നെങ്കിൽ അവിടെ ജാതി ഉണ്ടായിരുന്നു. അത് നിയമം മൂലം നിരോധിച്ചതാണ്. ആശാൻ മതപരിവർത്തന രസവാദത്തിൽ അതേക്കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ ഇന്ത്യയിൽ അത് നിരോധിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. പക്ഷെ അത് നിരോധിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ നടക്കലൊരു ഏകാധിപത്യ ഭരണം വരേണ്ടി വരും. താങ്ക് യു.